Okay, so hello. In the data analytics and CS subject, module 2 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. So first module നിങ്ങൾ mathematics related ആയിട്ട് data analytics ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വന്നത്. So ഇനിയാണ് നമ്മൾ core എന്താണ് data analytics, അതെങ്ങനെ CS നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള വരുന്നത് ഈ ഒരു സെക്ഷനിലാണ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ പറയാൻ നമ്മുടെ സിലബസ് നോക്കാം. സിലബസിൽ ആദ്യം നമുക്ക് എന്താണ് ഡേറ്റ അനലിസിസ്, എന്താണ് ഡേറ്റ അനലിറ്റിക്സ്, എന്താണ്, പിന്നെ അനലിറ്റിക്സ് പ്രോസസ് മോഡൽ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അനലിറ്റിക്സ് മോഡൽ റിക്വയർമെന്റ്സ്, നമുക്ക് ഒരു അനലിറ്റിക് മോഡൽ ഉണ്ടാക്കുമ്പോൾ അതിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്, പിന്നെ അതിന്റെ ഡേറ്റ അനലിറ്റിക്സിന്റെ ലൈഫ് സൈക്കിൾ ഉണ്ട്. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സെക്ഷൻ ഓഫ് സിലബസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ അടുത്ത് നമ്മൾ അനലിസിസ് പഠിച്ചതിനും ഇനി അനലൈസിന് ആവശ്യമുള്ള കുറച്ച് സെക്ഷൻസ് ആണ്. അതായത് ഡേറ്റ കളക്ഷൻ, സാമ്പിളിംഗ്, പ്രീ പ്രോസസിങ് ആൻഡ് ഡയമെൻഷൻ റിഡക്ഷൻ എന്ന് പറഞ്ഞ കുറച്ച് കോൺസെപ്റ്റ്സും കൂടെ പഠിക്കണം. അതിൽ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, സോ മോസ്റ്റ്ലി തിയററ്റിക്കലാണ്, കുറച്ച് പ്രോബ്ലംസ് മാത്രമാണ് ഈ സിലബസിലുള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എന്താണ് അനലിറ്റിക്സ് എന്ന് പറയാം. സോ അനലിറ്റിക്സ് എന്ന് പറയുന്നത് വെച്ചാൽ കളക്ഷൻ, ക്ലീനിങ്, transforming and analyzing data to extract meaningful information. ഇതാണ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞത്. ഡേറ്റ അനലിറ്റിക്സ് കൊണ്ട് ഉദ്ദേശിച്ചത് അതായത് നമുക്ക് ഉള്ള ഡേറ്റയിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത്, ക്ലീൻ ചെയ്ത്, ട്രാൻസ്ഫോം ചെയ്ത് അതിന് ആ ഡേറ്റനെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എടുക്കുന്നതിനെയാണ്, എന്നിട്ട് ആ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് റോ ഡേറ്റനെ ട്രാൻസ്ഫോം ചെയ്ത് മീനിങ് ഫുൾ ഇൻസൈറ്റ്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആക്കുന്നതാണ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു എക്സാമ്പിളിൽ നമുക്കൊരു ഫുഡ് ഡെലിവറി ആപ്പാണ് എടുക്കുന്നതാണെങ്കിൽ നമുക്ക് കസ്റ്റമർ ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളാണെങ്കിൽ അയാളുടെ സ്ക്രീനിൽ വെജിറ്റേറിയൻ ഫുഡ്സ് മാത്രം കാണിക്കാൻ വേണ്ടി അയാളുടെ പർച്ചേസ് അല്ലെങ്കിൽ ഓർഡേഴ്സിനെ നോക്കിയിട്ട് പിന്നെ റെക്കമെൻഡേഷൻ ആയിട്ട് അയാൾക്ക് വെജിറ്റേറിയൻ ഫുഡ്സ് മാത്രം, കാരണം നോൺ വെജ് കൊടുത്ത് അയാൾ വാങ്ങിക്കത്തില്ല. പിന്നെ കുറെ പ്രാവശ്യം ചുമ്മാ നോൺ വെജ് മാത്രമായിരിക്കുമ്പോൾ അയാൾക്ക് ആ ആപ്പ് യൂസ് ചെയ്യാൻ ടെൻഡൻസി കുറയും. സോ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിന് ഇമ്പോർട്ടൻസ് എവിടെയെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ ബെറ്റർ ഡിസിഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ ട്രെൻഡ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും നമുക്ക് ഒരു നെറ്റ്ഫ്ലിക്സിലൊക്കെ ട്രെൻഡ്സ് ഒക്കെ വെച്ചിട്ടല്ലേ നമുക്ക് സ്ക്രീനിലൊക്കെ കാണിക്കുന്നത് റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ. അതുപോലെ പിന്നെ എഫിഷ്യൻസി, ഒരു ഫുൾ മോഡലിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി, ഫ്യൂച്ചർ ഔട്ട്കംസ് പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഒരു സ്റ്റോക്ക് ആണെങ്കിൽ ഈ സ്റ്റോക്ക് ഇന്ന സമയം നല്ല ഹൈ വാല്യൂ കാണുമോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തോട്ടെ എന്നൊക്കെ ഉള്ളത്. പിന്നെ കോമ്പറ്റേറ്റീവ് അഡ്വാൻസ്, നമുക്ക് നമ്മുടെ ബിസിനസിനെ കുറിച്ചുള്ള ഐഡിയ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഒപ്പോണൻസുമായിട്ടുള്ള നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. സോ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടുതലും യൂസ് ചെയ്യാറ്. ഓക്കെ, ഡേറ്റ അനലിറ്റിക്സിൽ നമുക്ക് 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സോ നമ്മുടെ ഡേറ്റ അനലിറ്റിക്സിന് 4 തരം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ പേര് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ്, 2 ഡയഗ്നോസ്റ്റിക്, 3 പ്രെഡിക്റ്റീവ്, 4 പ്രിസ്ക്രിപ്റ്റീവ്. ഓക്കെ, ഈ 4 ടൈപ്സ് ഓഫ് ഡേറ്റ അനലിറ്റിക്സ് ആണ് ഉള്ളത്. സോ ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത് വെച്ചാൽ എന്ത് പറ്റി, വാട്ട് ഹാപ്പൻഡ് എന്ന് പറഞ്ഞതിന്റെ ആൻസർ ആണ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ അനലിസിസ് യൂസ് ചെയ്യുന്നത്. ഇത് കൂടുതലും നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഡേറ്റ വെച്ചിട്ട് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മന്ത്ലി സെയിൽസ് റിപ്പോർട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ ഡയഗ്നോസ്റ്റിക്, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കാണും എന്തുകൊണ്ട് ഇത് നടന്നു, വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ എന്ന് പറയുന്നതിന്റെ ക്വസ്റ്റിന്റെ ആൻസർ ആണ് ഡയഗ്നോസ്റ്റിക് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്തുകൊണ്ട് ലാസ്റ്റ് മന്തിലെ സെയിൽസ് ഡ്രോപ്പ് ആയി എന്ന് കണ്ടുപിടിക്കുന്നതിനെ പോലെയാണ്. പിന്നെ പ്രഡിക്റ്റീവ് അനാലിസിസ്. പ്രഡിക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്യൂച്ചർ ഔട്ട്കംസ്, എന്ത് ഉണ്ടാവാം, വാട്ട് മൈറ്റ് ഹാപ്പൻ എന്നുള്ളതിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നതാണ് പ്രഡിക്റ്റീവ് അനാലിസിസ്. ഫോർ എക്സാമ്പിൾ ഒരു കസ്റ്റമർ എന്തുകൊണ്ട് നമ്മുടെ ഇപ്പം നെറ്റ്ഫ്ലിക്സ് ആണ് എന്തുകൊണ്ട് കസ്റ്റമർ സബ്സ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ആക്കി എന്ന് വരുന്ന പോലെ. പിന്നെ പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ചെയ്യാം, വാട്ട് ഷുഡ് വി ഡു, നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള അനലിറ്റിക് വാല്യൂ കിട്ടുന്നതാണ് പ്രിസ്ക്രിപ്റ്റീവ്. ഫോർ എക്സാമ്പിൾ റെക്കമെൻഡേഷൻസ് ഒക്കെ തരുന്നതാണ്. ഓക്കെ, സോ ഇതാണ് 4 ടൈപ്സ് ഓഫ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി നമുക്ക് ഡേറ്റ അനലിറ്റിക്സിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെച്ചാൽ ഡേറ്റ കളക്ഷൻ. നമുക്ക് എന്ത് ചെയ്താലും ഫസ്റ്റ് ഒരു ഡേറ്റ വേണം. ആ ഡേറ്റ കളക്ട് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ലൈക്ക് ഈ ഡേറ്റ സെൻസേഴ്സിൽ നിന്നാവാം, ഡേറ്റാബേസിൽ നിന്നാവാം, സർവേസിൽ നിന്നാവാം, വെബ്സൈറ്റിൽ നിന്നാവാം, പല തരത്തിലുള്ള ഡേറ്റയാവാം. സോ ഇതിനാണ് നമുക്ക് എന്താ പറയാൻ ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന സ്റ്റെപ്പാണ് ഡേറ്റ ക്ലീനിങ്. ആവശ്യമില്ലാത്ത ഡേറ്റേനെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് മിസ്സിംഗ് വാല്യൂസ്, ഡ്യൂപ്ലിക്കേറ്റ്സ്, ഇങ്ങനത്തെ വാല്യൂസിനൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡേറ്റേനെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സ്റ്റെപ്പാണ് ഡേറ്റ ക്ലീനിങ്. ഇതിലാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്. പിന്നെയുള്ള ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ. നമുക്കുള്ളൊരു ഡേറ്റേനെ നമ്മൾ സ്യൂട്ടബിൾ ഫോമാറ്റ്, ഫോർ എക്സാമ്പിൾ ടൈം സ്റ്റാമ്പ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ള ഒരു ഇപ്പം ചിലപ്പം എല്ലാം നമ്മൾ UTC എന്ന് പറഞ്ഞ ടൈം സ്റ്റാമ്പ് എടുക്കുകയാണെങ്കിൽ ചില ഡേറ്റ ചിലപ്പോൾ IST ആവാം, ചില നമുക്ക് GMT ആവാം. ഇതിനെല്ലാം നമ്മൾ സ്റ്റാൻഡർഡൈസ് ഡേറ്റ് ഫോമാറ്റിലോട്ട് ആക്കുന്ന പോലെ അതാണ് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ. അതുപോലെ പല കാര്യങ്ങളും നമ്മൾ സ്റ്റാൻഡർഡൈസിലേക്ക് ഒരു സ്യൂട്ടബിൾ ഫോർമാറ്റിലോട്ട് ആക്കുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ ഡേറ്റ അനലിസിസ്. ഇവിടെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലും അൽഗോരിതംസ് യൂസ് ചെയ്ത് നമുക്ക് ഉള്ള ഡേറ്റയെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. എന്തെങ്കിലും ML മോഡൽസോ എന്തെങ്കിലും ഒരു മോഡലായിരിക്കാം അത് വെച്ച്. എന്നിട്ട് ഡേറ്റ വിഷ്വലൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ മോഡലിന്റെ വിഷ്വലൈസ്ഡ് റിസൾട്ടിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഞ്ചാമത്തെ സ്റ്റെപ്പായ ഡേറ്റ വിഷ്വലൈസേഷൻ. അതൊരു ബാർ ഗ്രാഫ് ആവാം, പൈ ചാർട്ട് ആവാം, ഡാഷ്ബോർഡ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ആറാമത്തെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ഡിസിഷൻസ് മേക്ക് ചെയ്യുക. നമ്മുടെ ബിസിനസ് നമുക്ക് ഉള്ള ഡീറ്റെയിൽസ് ഇൻസൈറ്റ്സ് കിട്ടും. ആ ഇൻസൈറ്റ്സിൽ നിന്ന് ഡിസിഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഡേറ്റ അനലിറ്റിക്സിൽ കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്, ജസ്റ്റ് പറഞ്ഞു പോവാം. ഒന്ന്, ഡേറ്റ. നമ്മൾ റോ ഫാക്ട്സിനെയാണ് ഡേറ്റ എന്ന് പറയുന്നത്. അത് നമ്പേഴ്സ് ആവാം, ടെക്സ്റ്റ് ആവാം, ഇമേജ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ആ ഡേറ്റ ട്രാൻസ്ഫോം ചെയ്ത് വരുന്നതാണ് ഇൻഫർമേഷൻ. അതായത് നമ്മുടെ ഡേറ്റയിൽ ഒരു പർട്ടിക്കുലർ മീനിങ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയും. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് എന്താ പറയുക റാൻഡം ആയിട്ട് ഒരാളുടെ പേരും കുറേ നമ്പേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഒരാളുടെ പേര് ഇതാണ്, ഈ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അയാളുടെ ഓരോ സബ്ജക്റ്റിൽ കിട്ടിയ മാർക്കാണെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി. ആ സ്റ്റുഡന്റിനെ അല്ലെങ്കിൽ ആ ഒരു ആളിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടി. ഇനി ബിഗ് ഡേറ്റ എന്ന് പറയുമ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റനെയാണ് ബിഗ് ഡേറ്റ എന്ന് പറയുന്നത്. ഒരുപാട് ബില്യൺസ് ഓഫ് ഡേറ്റാനൊക്കെയാണ് വരുന്നത്. പിന്നെ ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ലാർജ് ഡേറ്റ സെറ്റിൽ നിന്ന് പാറ്റേൺസ് ഡിസ്കവർ ചെയ്ത് ആ വിഷ്വൽ എടുക്കുന്നതാണ് ഡേറ്റ മൈനിങ്. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ ആ ഡേറ്റയിൽ നിന്ന് ലേൺ ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ആയി മോഡൽ ഉണ്ടാക്കി ഫ്യൂച്ചർ ഔട്ട്കംസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറേ ടൂൾസ് ഉണ്ട് ഡേറ്റ അനലിറ്റിക്സിൽ. നമ്മൾ CS ആയിട്ട് നമുക്ക് ടൂൾസ് ഒക്കെ അറിയണ്ടേ. സോ ടൂൾസ്, ഒന്ന് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പൈത്തണും R എന്ന് പറഞ്ഞ രണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. വിഷ്വലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് ടൂൾസ് ആണ്. നിങ്ങൾ സോഫ്റ്റ്വെയർ ഫീൽഡിൽ ഡേറ്റ അനലിറ്റിക്സ് ഒക്കെ പോവുകയാണെങ്കിൽ യൂസ് ആവുന്ന നിങ്ങൾക്ക് പവർ BI അല്ലെങ്കിൽ ടാബ്ലോ എന്ന് പറയുന്ന 2-3 ടൂൾസ് ആണ്, സോഫ്റ്റ്വെയർസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഡേറ്റാ ബേസിൽ കൂടുതലും MongoDB, MySQL, പിന്നെ നമ്മൾ ക്ലൗഡ് ലെവൽ എടുക്കുകയാണെങ്കിൽ S3, ഗൂഗിൾ സ്റ്റോറേജ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കാം. പിന്നെ പ്ലാറ്റ്ഫോംസ് GCP, ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ AWS, ആമസോൺ വെബ് സർവീസ്, അല്ലെങ്കിൽ അഷ്യൂർ ഡെവോപ്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറേ പ്ലാറ്റ്ഫോംസ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് കൂടുതലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂൾസും കാര്യങ്ങൾ. പിന്നെ എവിടെയൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യാന്ന് വെച്ചാൽ, ഒന്ന് ഹെൽത്ത് കെയർ, ഡിസീസ് പ്രഡിക്ഷൻ. ഇപ്പൊ ഓരോ വാല്യൂസ് വെച്ചിട്ട് ഇയാൾക്ക് ഷുഗർ വരുമോ ഇല്ലയോ പ്രഡിക്ഷൻ, അതൊന്നാമത്തെ. കൊമേഴ്സിൽ പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ. നമുക്ക് ഏറ്റവും വലിയ ഇൻഡസ്ട്രി എന്ന് പറയുന്ന പ്രോഫിറ്റബിൾ ഇൻഡസ്ട്രി സെയിൽസ് ആണ്. അപ്പോൾ സെയിൽസിൽ നമ്മൾ ഒരാളെ കൊണ്ടൊരു സാധനം ബൈ ചെയ്യിപ്പിക്കണം. അപ്പോൾ അയാൾക്ക് ആവശ്യമുള്ള സാധനം മാത്രം റെക്കമെൻഡ് ചെയ്ത് കൊടുത്താൽ അയാൾക്ക് എന്താവും, അയാൾ വാങ്ങിക്കാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് യൂസർ ബിഹേവിയർ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യാം. ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് റൂട്ട്, ഏറ്റവും പെട്ടെന്ന് ഏറ്റവും കുറവ് ട്രാഫിക്കിൽ നിന്ന് എത്തുന്ന രീതിയിലുള്ള റൂട്ട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ മാപ്പിലൊക്കെ ഉള്ള പോലെ. പിന്നെ ഫിനാൻസ്, ഫ്രോഡ് ഡിറ്റക്ഷൻ, സ്റ്റോക്ക് മാർക്കറ്റിംഗ് ഉള്ള ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ കുറച്ച് ചാലഞ്ചസ് ഉണ്ട്. ഒന്നാമത്തെ ചാലഞ്ച് എന്ന് പറയുമ്പോൾ ഡേറ്റ ക്വാളിറ്റി പൂവർ. നമ്മുടെ കിട്ടുന്ന ഡേറ്റ അനുസരിച്ചായിരിക്കും നമ്മുടെ അനാലിസിസ്. കിട്ടുന്ന ഡേറ്റ തെറ്റാണെങ്കിൽ നമ്മുടെ അനാലിസിസും തെറ്റായും. ഓക്കെ, പിന്നെ പ്രൈവസി ഇഷ്യൂ. നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഡേറ്റ പ്രൈവസി. ഇപ്പം നമ്മളെ കുറിച്ചുള്ള ഒരാളുടെ ഡേറ്റ നമ്മുടെ ഫോണിൽ നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാണ്. അത് ചില ആൾക്കാർക്ക് പിടിക്കണമെന്നില്ല. അതുപോലെ ചില പ്രൈവസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്, അതും ഒരു ഇഷ്യൂ ആണ്. പിന്നെ ലാർജ് വോളിയൂംസ് ഓഫ് ഡേറ്റ ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി പാടാണ്. കാരണം എന്തുവാ, നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു സെർവർ വേണം, അതിനനുസരിച്ച് കോസ്റ്റ് കൂടി വരും. പിന്നെ സ്കിൽഡ് പ്രൊഫഷൻസ്. നമുക്ക് ഈ ഒരു ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത് വെച്ചാൽ ഈ വരും കാലഘട്ടത്തിൽ കുറച്ച് ഈ അപ്കമിങ് ഡെക്കേഡിൽ കുറച്ച് ഫേമസ് ആയി വന്നതാണ്. സോ സ്കിൽഡ് ആയിട്ടുള്ള ഈ ടൂൾസ്, നേരത്തെ പറഞ്ഞ ടൂൾസ് ഒക്കെ യൂസ് ചെയ്ത ആൾക്കാർ കുറവാണ്. ഓക്കെ, ഫ്യൂച്ചറിൽ നമുക്ക് ഡേറ്റ അനലിറ്റിക്സിൽ AI ഓട്ടോമേഷനിൽ വയ്ക്കുമ്പോൾ നല്ല ഹ്യൂജ് ഗ്രോത്ത് വരുന്നുണ്ട്. റിയൽ ടൈം അനാലിസിസ് നമുക്ക് കിട്ടുന്ന ആ സെക്കൻഡിൽ തന്നെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ
ക്ലൗഡ് കമ്പ്യൂട്ടിങ്, ക്ലൗഡിലിട്ട് കമ്പ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്ന കൂടും. അതുപോലെ തന്നെ ഡേറ്റ പ്രൊഫഷണൽസിന്റെ ഡിമാൻഡ് കൂടും. ഓക്കെ, സോ അതാണ് നമുക്ക് ഡേറ്റ അനലിറ്റിക്സ് എന്താണെന്നുള്ള കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡേറ്റ അനലിറ്റിക്സിൽ വരുന്ന കുറച്ച് നോമൻക്ലേച്ചേഴ്സ്, അതായത് ചില വാക്കുകൾ എന്നുള്ളത് നോക്കാം. ആദ്യം ബേസിക് യൂണിറ്റ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അനാലിസിസിന് വേണ്ടി എടുക്കുന്ന സ്മോളസ്റ്റ് എൻറ്റിറ്റിനെയാണ് ബേസിക് യൂണിറ്റ് ഓഫ് അനാലിസിസ്. ചിലപ്പോൾ അത് കസ്റ്റമർ ആവാം, ചിലപ്പോൾ ട്രാൻസാക്ഷൻ ആവാം, ചിലപ്പോൾ വെബ്സൈറ്റിൽ എത്ര പ്രാവശ്യം ഒരാൾ പോയി എന്നുള്ള വിസിറ്റ് കൗണ്ട് ആവാം, ക്ലിക്ക് കൗണ്ട് ആവാം, അല്ലെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആവാം. സോ ഇത് കറക്റ്റായിട്ട് നമ്മൾ എടുക്കുന്ന അനുസരിച്ചായിരിക്കും നമ്മൾ അനലിസ്റ്റ്, നമുക്ക് എന്താണോ അനലൈസ് ചെയ്യുന്നത് അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇത് കറക്റ്റായിട്ട് എടുക്കുന്നത്. അടുത്തെന്ന് പറയുമ്പോൾ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ ഇല്ലെങ്കിൽ CLV. ഓക്കെ, ഇതെന്ന് പറയുന്നത് വെച്ചാൽ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഒരാളിൽ നിന്ന് ഒരു കസ്റ്റമറുമായിട്ട് അവരുടെ ബിസിനസ്സും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഫുൾ ടൈമിൽ എക്സ്പെക്ട് ചെയ്യുന്ന ടോട്ടൽ റവന്യൂ ആണ് കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ. ഫോർ എക്സാമ്പിൾ, ഒരു കസ്റ്റമർ മന്ത്ലി 500 വീതം 2 വർഷം ഒരിടത്ത് സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ CLV എന്ന് പറയുന്നത് 500 × 12 × 2, അതായത് ഈ 24 months അതിന്റെ വാല്യൂ 12,000 ആയിരിക്കും. എന്താ പറയാൻ ഒരു CLV, അയാളുടെ CLV എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് കൂടുതലും വാല്യുബിൾ കസ്റ്റമേഴ്സ് ആരാണ്, അപ്പോൾ ഇവർ ലൈക്ക് കൂടുതൽ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ വാങ്ങിക്കുന്ന ആളാണെങ്കിൽ അയാൾ പെട്ടെന്ന് മാറിപ്പോവാണെങ്കിൽ അതിന് റീസൺ എന്താ, അങ്ങനത്തെ കണ്ടുപിടിച്ച് ഇൻസൈറ്റ്സ് വെച്ചിട്ട് അവർക്ക് ആക്ഷൻസ് ടേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സ്ട്രാറ്റജി മേക്കിങ്സിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ വേറെ ഒന്നുണ്ട് അക്കൗണ്ട് ബിഹേവിയർ, അതായത് നമ്മൾ യൂസർ എങ്ങനെയാണ് അവരുടെ അക്കൗണ്ടിൽ ഇന്ററാക്ട് ചെയ്യുന്നത് ഓവർ ടൈം. ഫോർ എക്സാമ്പിൾ ലൈക്ക് ലോഗിൻ ഫ്രീക്വൻസി, പർച്ചേസ് ഹിസ്റ്ററി, യൂസേജ് പാറ്റേൺസ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആപ്പ് എടുക്കുകയാണെങ്കിൽ ആപ്പിൽ ആ യൂസർ എന്തിനൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ചിലപ്പം ഒരു ആപ്പിൽ 50 ഫീച്ചേഴ്സ് ആണ്, അതിലൊരു മെജോറിറ്റി ആൾക്കാർ ചിലപ്പം 50-ൽ 25 ഫീച്ചർ മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം ബാക്കി 25 ഫീച്ചർ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാത്തത്, അത് ആൾക്കാരെ കൊണ്ട് യൂസ് ചെയ്യിക്കാൻ എന്ത് ചെയ്യാം എന്നുള്ള അനലിറ്റിക്സ് റിസൾട്ട് നമുക്ക് കിട്ടും. പിന്നെ ട്രാൻസാക്ഷൻ ലെവൽ അനാലിസിസ് ഉണ്ട്, അതായത് ഒരു ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻ ലൈക്ക് പർച്ചേസ് എമൗണ്ട് അല്ലെങ്കിൽ ടൈം ഓഫ് ട്രാൻസാക്ഷൻ, ഐറ്റംസ് ബോർഡ്, ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് ആ ഒരു ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻ വെച്ചിട്ട് അനലൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരാൾ ബ്രെഡ് വാങ്ങിച്ചെങ്കിൽ അയാൾ ബട്ടർ വാങ്ങിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബ്രെഡും ബട്ടറും ഒരുമിച്ച് വെച്ചാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ സെയിൽസ് കൂടും. അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കുന്ന. ഓക്കെ, സെയിൽസ് അനാലിസിസിനാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ വെബ് അനലിറ്റിക്സ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, സെഷൻസ് അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തു, ആൾക്കാർ എവിടെയാണ് ഒരു വെബ്സൈറ്റിൽ കൂടുതൽ എവിടെയാണ് നോക്കിയത്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് വെച്ചിട്ട് അവർക്ക് എന്താ പറയാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമ്പർ ഓഫ് ആൾക്കാർ വിസിറ്റഡ് ഒക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ട് എന്താ പറയുക നോമൻക്ലേച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക് നോക്കാം. അതെന്ന് പറയുന്നത് വെച്ചാൽ ഡിഫറെൻറ്റ് റോൾസ് ഓഫ് യൂസർ ഇൻ ഡേറ്റ അനലിറ്റിക്സ്. ഡേറ്റ അനലിറ്റിക്സിൽ ഡിഫറെൻറ്റ് റോൾസ് ആണ്. അതിൽ നമുക്ക് പഠിക്കാൻ 4 റോളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്നാമത്തെന്ന് പറയുമ്പം ഡേറ്റ അനലിസ്റ്റ്. ഓക്കെ, രണ്ടാമത്തെന്ന് പറയുമ്പം ഡേറ്റ സയൻറ്റിസ്റ്റ്. മൂന്നാമത്തെ പറയുമ്പം ബിസിനസ് അനലിസ്റ്റ്. നാലാമത്തെ പറയുമ്പം ഡേറ്റ എഞ്ചിനീയർ. ഓക്കെ, സോ ഈ 4 റോൾസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഡേറ്റ അനലിസ്റ്റ്, പേരിൽ തന്നെ ഉണ്ട്. അയാൾ എന്ത് ചെയ്യും, ഡേറ്റയായിട്ട് വർക്ക് ചെയ്തിട്ട് ആ ഡേറ്റയിൽ വെച്ചിട്ട് നമുക്ക് റിപ്പോർട്ട്സും ഡാഷ്ബോർഡും ഗ്രാഫ്സും പ്ലോട്ടും പൈ ചാർട്ടും ഒക്കെ ഉണ്ടാക്കുന്ന ആളാണ് ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡേറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഡേറ്റ സയന്റിസ്റ്റ്. ഡേറ്റ സയന്റിസ്റ്റ് ആണ് എന്ത് പറയുന്ന ആ ഉള്ള ഡേറ്റ വെച്ചിട്ട് പ്രഡിക്ഷൻ മോഡൽസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് മോഡൽസ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ആളാണ് ഡേറ്റ സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ബിസിനസ് അനാലിസിസ് എന്ന് പറയുമ്പം അയാൾക്ക് ബിസിനസിനെ കുറിച്ച് നല്ല നോളജ് കാണും. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഡേറ്റാന്ന് കിട്ടുന്ന ഇൻസൈറ്റ്സ് വെച്ചിട്ട് ബിസിനസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാന്നുള്ള ബിസിനസ് ഡിസിഷൻസ് ഉണ്ടാക്കുന്ന ആളാണ് ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ ഡേറ്റ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരനാണ് ഡേറ്റ പൈപ്പ് ലൈൻസ്, ലൈക്ക് ഒരു ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ, നേരത്തെ ഒരു സൈക്കിൾ ഓഫ് കാര്യങ്ങൾ പറഞ്ഞേ, ഇതിന്റെ പൈപ്പ് ലൈൻ ഡേറ്റ കളക്ഷൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ കുറെ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ മാപ്പ് ചെയ്ത് പൈപ്പ് ലൈൻസ് ഉണ്ടാക്കുന്ന ആളാണ് ഡേറ്റ എഞ്ചിനീയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ സിലബസിലുള്ള 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനലിറ്റിക്സിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകാം. സോ ഒന്നാമത്തെ എന്ന് പറയുന്നത് വെച്ചാൽ പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് ആണ്. പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബേസിക്സിൽ. സോ പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഹിസ്റ്ററിക്കൽ ഡേറ്റാസ് വെച്ചിട്ട് ഫ്യൂച്ചർ ഔട്ട്കംസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ്. ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് ടാർഗറ്റ് വേരിയബിൾ. അതായത് നമ്മൾ ഏത് ഔട്ട്കം ആണോ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അതാണ് ടാർഗറ്റ് വാല്യൂ. ഫോർ എക്സാമ്പിൾ,
നമ്മളിപ്പോൾ ഹൗസ് വാല്യൂ പ്രഡിക്ഷൻ ആണെങ്കിൽ ലൈക്ക് ഹൗസിന്റെ സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് അതിന്റെ പ്രൈസ് എത്ര ആയിരിക്കും വരുന്നത്, നമ്മുടെ ടാർഗറ്റ് വാല്യൂ എന്താ, ഹൗസ് വാല്യൂ അല്ലേ, എത്ര രൂപയാണ് വരുന്നത്. സോ ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ സെയിൽസ് എമൗണ്ട് എത്ര ആയിരിക്കാം, ലോൺ കൊടുക്കണമെങ്കിൽ അതിന്റെ റിസ്ക് എത്ര ആയിരിക്കും, ഇല്ലെങ്കിൽ ഒരു കസ്റ്റമർ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ലീവ് ചെയ്യോ ഇല്ലയോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ടാർഗറ്റ് വേരിയബിൾ നമ്മൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണം. എന്തായിരിക്കും അത്, മെഷറബിൾ വാല്യൂ, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന വാല്യൂ ആയിരിക്കണം, നമ്മുടെ പ്രോബ്ലത്തിന് റിലവന്റ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നോക്കേണ്ട എക്സാമ്പിളാണ്. ഓക്കെ, ജസ്റ്റ് എക്സാമ്പിൾ ലൈക്ക് ഒരാൾ ഒരു സർവീസ് ലീവ് ചെയ്യോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട് അയാൾ ചർമ്മ എന്ന് പറയുന്നത് വെച്ചാൽ അയാൾ സബ്സ്ക്രിപ്ഷൻ ലീവ് ചെയ്യോ ഇല്ലയോ. സോ അതിന് ഇൻപുട്ട് ഇപ്പം എന്താ പറയുക, കുറച്ച് ഇൻപുട്ട് ടാർഗറ്റ്സ് ഉണ്ട് ലൈക്ക് ഏജ്, യൂസേജ്, കംപ്ലൈൻസ്, ഇതൊക്കെ വെച്ചിട്ട് അയാൾ ആ സബ്സ്ക്രിപ്ഷൻ ലീവ് ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കി. സോ നമുക്ക് അടുത്തത് നമുക്ക് അനലിറ്റിക്കൽ പ്രോസസ് മോഡൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സെക്ഷൻ പഠിക്കാം. സോ അതിൽ ഞാനിപ്പം കാണിക്കുന്ന ഫിഗറാണ് ലൈക്ക് എന്താ പറയാൻ ആ ഒരു നമ്മുടെ അനലിറ്റിക്കൽ പ്രോസസ് മോഡലിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് വരുന്നത്. ഓക്കെ, സോ അതിൽ നമുക്ക് എന്താണെന്ന് പഠിക്കാം. സോ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ അനലിറ്റിക്കൽ പ്രോസസ് മോഡൽ എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ, നമ്മൾ ഒരു റോ ഡേറ്റിനെ മീനിങ് ഇൻസൈറ്റ്സ് ചെയ്യുന്ന ആക്ഷനബിൾ ഡിസിഷൻസ് ആക്കുന്ന ഫുൾ സ്റ്റെപ്പ് വരുന്ന ഒരു മോഡലാണ് അനലിറ്റിക്കൽ പ്രോസസ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൽ ഓരോ സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലം, നമ്മുടെ പ്രോബ്ലം എന്താണെന്നുള്ള നല്ലൊരു അറിവ് വേണം. ലൈക്ക് നമുക്ക് എന്താണ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ള അറിവ് വേണം. അത് വെച്ചിട്ടാണ് നമ്മുടെ ഗോൾസ് ഏതൊക്കെയാ, റിക്വയർഡ് ഡേറ്റ ഏതൊക്കെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പ്രോബ്ലം ചിലപ്പം ഒരു കസ്റ്റമർ ഒരു ടെലികോം കമ്പനീന്റെ സർവീസസ് സ്റ്റോപ്പ് ചെയ്യോ ഇല്ലയോ, ഇതായിരിക്കും പ്രോബ്ലം. ഇത് നമുക്ക് അയാളുടെ പ്രീവിയസ് ലൈക്ക് എന്താ പറയുക, നമ്മുടെ ഏതൊക്കെ സർവീസാണ് അയാൾ ഓപ്റ്റ് ചെയ്തത്, ഇങ്ങനത്തെയൊക്കെ കണ്ടുപിടിച്ചിട്ട് അയാൾ ലീവ് ചെയ്യോ ഇല്ലയോ നോക്കാം. അപ്പം ആ പ്രോബ്ലം എന്താണെന്ന് ആദ്യം ഒരു അറിവ് വേണം. രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഡേറ്റ കളക്ഷൻ അഥവാ ഡേറ്റ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് പല സോഴ്സസ് ചെയ്യുന്ന ഡേറ്റ എടുത്തുകൊണ്ട് ലൈക്ക് ഫോർ എക്സാമ്പിൾ ഡേറ്റാബേസ്, സെൻസേഴ്സ്, വെബ് പേജ്, APIs, ഇതിൽ നിന്നൊക്കെ ഡേറ്റ ചെയ്തിട്ട് ഇതിൽ എന്താ പറയാ ഡേറ്റ, ഈ കാര്യങ്ങളിൽ ഡേറ്റ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് റെലവൻറ്റ് ഇൻഫർമേഷൻസ് എടുക്കുന്നതാണ് എന്ത് പറയുന്നത്, ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇത് ഡേറ്റ എടുക്കുമ്പോൾ ചിലപ്പോൾ ആവശ്യമുള്ള ഡേറ്റയും കാണും, ആവശ്യമില്ലാത്ത ഡേറ്റയും കാണും. ആ ആവശ്യമുള്ള ഡേറ്റ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് ഡേറ്റ ക്ലീനിങ് ഇല്ലെങ്കിൽ പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയും. ഓക്കെ, സോ ഇതെന്താ ചെയ്യുന്നത്, മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെടുത്ത് കളയും, ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിക്കും, പിന്നെ ഇറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മാറ്റും. സോ ഇതിലാണ് ഈ ഡേറ്റ ക്ലീനിങ് എന്ന് പറഞ്ഞ പ്രോസസ് ആണ് നമ്മുടെ എൻറ്റയർ സ്റ്റെപ്പിൽ 80% ഓഫ് ടൈം എടുക്കുന്നത്. കാരണം നമുക്ക് എല്ലാം 1 by 1 ആയിട്ട് പോയിട്ട് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് റിയൽ ലൈഫിൽ ഒരു thousands of കോളംസ് ഉള്ള billions of rows ഉള്ള ഒരു ഡേറ്റ സെറ്റ് ആയിരിക്കും. സോ അതിൽ നിന്നൊക്കെ ഓരോന്നും നോക്കി എന്തെങ്കിലും മിസ്സിംഗ് വാല്യൂസ് ഉണ്ടോ, എന്തെങ്കിലും ഇറേഴ്സ് ഉണ്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത് ഒരു ഹ്യൂജ് ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണ്. ഇനി അടുത്തതാണ് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ. അതായത് നമ്മുടെ ഡേറ്റേനെ ഒരു യൂസബിൾ ഫോമാറ്റിലോട്ട് ആക്കുക, അല്ലെങ്കിൽ അത് നോർമലൈസേഷൻ. നമുക്ക് ഉള്ള ഡേറ്റേനെ പല ടേബിൾസ് ആക്കുന്നതാണ് നോർമലൈസേഷൻ. അഗ്രിഗേഷൻ എന്ന് പറയുന്നത് വെച്ചാൽ സമ്മ്, മീഡിയൻ എന്നൊക്കെ പറഞ്ഞ ചില വാല്യൂസ്. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും എല്ലാ വാല്യൂസും വേണമെന്ന്, ചിലപ്പോൾ സമ്മ് മാത്രം മതിയായിരിക്കും. നമുക്ക് ടോട്ടൽ സെയിൽസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ടൈപ്പ് ഡാഷ്ബോർഡ്സ് ഒക്കെ ആണെങ്കിൽ അഗ്രിഗേറ്റഡ് വാല്യൂ മതി. പിന്നെ എൻകോഡിങ്, എന്തെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ എൻകോഡ് ചെയ്തിട്ട് വെക്കുന്നതാണ്. സോ ഇതിന് വേണ്ടിയിട്ടാണ് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അനലിറ്റിക്സ് ഇല്ലെങ്കിൽ മോഡലിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. ഇതിലാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, മെഷീൻ ലേണിംഗ്, ഡേറ്റ മൈനിങ് എന്ന് പറഞ്ഞ കുറേ ഓപ്പറേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് ആവശ്യമുള്ള പാറ്റേൺസും ഇൻസൈറ്റ്സും കിട്ടുന്നത്. പിന്നെ അടുത്തതാണ് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ഇവാലുവേഷൻ. നമ്മൾ കിട്ടിയ മോഡലിന്റെ വാല്യൂ കറക്റ്റ് ആണോ, അത് ആക്യുറേറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കും. കിട്ടിയ റിസൾട്ട് മീനിങ് ഫുൾ ആണോ, നമ്മുടെ പ്രോബ്ലത്തിന് അനുസരിച്ചിട്ടുള്ള വാല്യൂ ആണോ എന്നുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, ഈ കിട്ടിയത് തെറ്റാണ്, നമുക്ക് ആവശ്യമില്ലാത്ത വാല്യൂ ആണെങ്കിൽ വീണ്ടും ബാക്കിലോട്ട് പോയിട്ട് ഒന്നും കൂടെ മോഡലിംഗ് നടത്തും. ഓക്കെ, സോ ഇതൊരു ഹൈട്രേറ്റീവ് സ്റ്റെപ്പാണ്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അനലിറ്റിക്സ് ആപ്ലിക്കേഷൻ ഡിപ്ലോയ്മെന്റ്. നമുക്ക് കിട്ടിയ മോഡലിന്റെ വാല്യൂ വെച്ചിട്ട് റിയൽ ലൈഫിൽ ആ ഇൻസൈറ്റ്സ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ബിസിനസ് ഡിസിഷൻ, അല്ലെങ്കിൽ ഒരു ഓട്ടോമേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ ഡാഷ്ബോർഡിൽ ആ ഇൻസൈറ്റ്സും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പ്രോഡക്ട്സ്, റെക്കമെൻഡഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫ്രോഡ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഡേറ്റ അനലിറ്റിക്സ് പ്രോസസ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊരു ഐട്രേറ്റീവ് നേച്ചറാണ്. കാരണം ഇത് ലീനിയർ അല്ല, നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഇതല്ല. ഏതെങ്കിലും കുറെ സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ ആ സ്റ്റെപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് അറിയണം, നമുക്ക് തൊട്ട് മുന്നത്തെ സ്റ്റെപ്സോ അതിന് മുന്നത്തെ സ്റ്റെപ്സിലോ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നമ്മളിത് ഐട്രേറ്റീവ് ഇൻ നേച്ചറാണ്. നമുക്ക് മോഡലിംഗിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് കുഴപ്പമില്ല, ക്ലീനിങ്ങിലായിരിക്കും ചിലപ്പോൾ സീന്, ക്ലീനിങ്ങിലോട്ട് പോയിട്ട് അവിടെ ഒന്നും കൂടെ ചെയ്ത് നോക്കാം. ഇവാലുവേഷനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വീണ്ടും ഡേറ്റ കളക്ഷനിലോട്ട് പോകാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും.
സോ ഇത് കാരണം നമുക്ക് ആക്യുറസി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആക്യുറസി കൂട്ടാൻ നമുക്ക് പഴയ സ്റ്റെപ്സിലോട്ട് വീണ്ടും പോയി ഒന്നും കൂടെ ചെക്ക് ചെയ്യാൻ പറ്റും. സോ അത് നമ്മുടെ റിസൾട്ടിനൊക്കെ ഇമ്പ്രൂവ് ആവും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡിൽ ജോബ് പ്രൊഫൈൽസ് നോക്കാം. ഇത് നമുക്ക് നോക്കാനുള്ളതാണ്. സോ ഡേറ്റ അനലിറ്റിക്സ് ഒരിക്കലും ഒരൊറ്റ സിംഗിൾ ആൾ ചെയ്യുന്ന ഒരു പണിയല്ല. അത് മൾട്ടിപ്പിൾ റോൾസ് ഓഫ് ആൾക്കാർ ഗ്രൂപ്പായിട്ടിരുന്ന് വർക്ക് ചെയ്ത് ഓരോ റോളിനും ഓരോ എന്താ പറയുക എക്സ്പെർട്ടൈസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആക്യുറേറ്റ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള അനലൈസിസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിൽ ഒന്നാമത്തെന്ന് പറയുമ്പോൾ ഡേറ്റാബേസ് അല്ലെങ്കിൽ ഡേറ്റ വെയർഹൗസ് അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, ഡേറ്റ വെയർഹൗസും ഡേറ്റാബേസും ഒക്കെ വേറെ ഒന്നുമില്ല, ഒരു സ്റ്റോറേജ് ഫെസിലിറ്റിയാണ്. ലൈക്ക് നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. ഓക്കെ, ഡേറ്റ വെയർഹൗസ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ഡേറ്റാസ് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾ മാത്രം നമുക്ക് സീക്വൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യാം. സോ ഈ ഡേറ്റാബേസ് അല്ലെങ്കിൽ ഡേറ്റ വെയർഹൗസ് അഡ്മിനിസ്ട്രേറ്ററിന്റെ പണി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അയാൾ ഡേറ്റാബേസ് മാനേജ് ചെയ്യാനും ഡേറ്റ സ്റ്റോറേജ് സിസ്റ്റത്തിനെ മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അയാൾ എൻഷുർ ചെയ്യുന്നത് എന്താ, ഡേറ്റ ആവശ്യമുള്ള സമയത്ത് അവൈലബിളും ആയിരിക്കണം, ഇന്റഗ്രിറ്റി, ഡേറ്റ ഒന്നും തെറ്റില്ലാണ്ട് ഒരു സ്പെസിഫിക് ഡേറ്റ വേറൊരു ഡേറ്റ എന്നൊക്കെ ചേഞ്ചസ് വരുമ്പം പരസ്പരം ചേഞ്ച് ആവുന്നുണ്ട് എന്നൊക്കെ ഇയാളാണ് എന്താ പറയുക എൻഷുർ ചെയ്യുന്നത്. ഇയാളുടെ റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാ അവൈലബിൾ ഡേറ്റ, ഒരു ഓർഗനൈസേഷനിലെ എല്ലാ അവൈലബിൾ ഡേറ്റ എവിടെയൊക്കെയാണ് സ്റ്റോർ ആയിരിക്കുന്നതൊക്കെ ഉള്ള ഡീറ്റെയിൽസ് അറിയാം. അതിൻ്റെ ഡേറ്റ സ്ട്രക്ചർ അറിയണം, ഡേറ്റ സ്റ്റോറേജ് സിസ്റ്റംസ് അറിയണം, ഓരോ ഡേറ്റയുടെ ഡെഫിനേഷൻ അല്ലെങ്കിൽ മെറ്റ ഡേറ്റിനെ കുറിച്ചുള്ള അറിവ് കാണണം. സോ ഇയാളാണ് നമ്മുടെ അനാലിസിസിന് വേണ്ടി ക്ലീൻ ആൻഡ് സ്ട്രക്ചർഡ് ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രോപ്പർ ഡേറ്റ ഇല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് ഫുള്ള് ഫ്ലോപ്പ് ആവും. സോ ഡേറ്റ ബേസ് അഡ്മിനിസ്ട്രേറ്ററിന് എന്താ പറയുക ഡേറ്റ അനലിറ്റിക്സിൽ ഒരു ഹ്യൂജ് റോളാണ് ഉള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ നെക്സ്റ്റ് റോളാണ് ബിസിനസ് എക്സ്പേർട്ട് എന്ന് പറയുന്നത്. ബിസിനസ് എക്സ്പേർട്ട് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ഡൊമൈൻ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. അയാൾക്ക് ഡീപ്പ് ബിസിനസ് നോളജ്, നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ വളർത്താം എന്നുള്ള ഡീപ്പ് നോളജ് കാണും. അയാളാണ് ലൈക്ക് ബിസിനസ്സിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ അനലൈസ് ചെയ്തിട്ട് എന്ത് ഡേറ്റയാണ് വേണ്ടത് അല്ലെങ്കിൽ ഡേറ്റ എന്തിനാണ് യൂസ് ചെയ്യുന്നതൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇയാളാണ് എന്താ പറയുക ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ഒരു അനലൈസ് ചെയ്യുന്ന അനലൈസിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അതിന്റെ KPIs, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്. ആ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കിയിട്ട് ഈ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു അനലൈസ് ചെയ്തിട്ട് ആ അനലൈസിസിനെ ഈ KPIs കൊണ്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടാണോ ഞാൻ അനലൈസ് ചെയ്തെന്ന് കണ്ടുപിടിക്കുന്നത് ആരാ, ബിസിനസ് എക്സ്പേർട്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്ന ലീഗൽ എക്സ്പേർട്ട്. നമുക്ക് കുറെ ഡേറ്റ ഉണ്ട്, അത് ആവശ്യമുള്ള കാര്യങ്ങളും അനാവശ്യ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ആവശ്യമുള്ള കാര്യത്തിനാണോ, അതായത് ലോസും റെഗുലേഷൻസും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്നതാണ് ലീഗൽ എക്സ്പേർട്ട് എന്ന് പറയുന്നത്. ഇവരാണ് ലീഗൽ എത്തിക്കൽ ആയിട്ടുള്ള യൂസേജിനാണോ നമ്മൾ ഡേറ്റ യൂസ് ചെയ്യുന്നത് ചെക്ക് ചെയ്യുന്നത്. ഡേറ്റ പ്രൈവസി, ഡിസ്ക്രിമിനേഷൻ, കംപ്ലൈൻസ് ഒക്കെ കുറെ പോളിസീസ് ഒക്കെ ഉണ്ട്, ആ പോളിസീസിലൊക്കെ കംപ്ലൈൻസ് ചെയ്തിട്ടാണോ ചെയ്യുന്നതൊക്കെ ഇയാളാണ് നോക്കുന്നത്. ഇയാൾക്ക് ലൈക്ക് ഒരു ലൊക്കേഷൻ, നമുക്ക് ഡിഫറെൻറ്റ് കൺട്രീസിൽ ഡിഫറെൻറ്റ് റെഗുലേഷൻസ് ഉണ്ട്, അപ്പോൾ അതിനെക്കുറിച്ചുള്ള നോളജ് വേണം, ഡേറ്റ പ്രൊട്ടക്ഷൻ ലോസിനെ കുറിച്ച് നോളജ് വേണം, എല്ലാം വേണം. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡേറ്റ സയൻറ്റിസ്റ്റ് അഥവാ ഡേറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ മൈനർ. ഇവരുടെ മെയിൻ റോൾ എന്ന് പറയുന്നത് വെച്ചാൽ അനലിറ്റിക്സ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി. ഇവരാണ് സ്റ്റാറ്റിസ്റ്റിക് മോഡൽസ്, മെഷീൻ ലേണിംഗ്, ഡേറ്റ മൈനിങ് ടെക്നിക്സ് ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് എന്തുപയോഗിച്ച് പൈത്തൺ ഇല്ലെങ്കിൽ R എന്ന് പറഞ്ഞ ടൂൾസ് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ജനറേറ്റ് ചെയ്തിട്ട് ഇൻസൈറ്റ്സും ജനറേറ്റ് ചെയ്യുന്നത്. സോ ഇവർക്ക് ടെക്നിക്കൽ നോളജ് ഉണ്ട്, പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി വേണം, കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രസന്റിങ് എങ്ങനെ പ്രസന്റ് ചെയ്യാം എന്നുള്ള കഴിവും വേണം. സോ ഇവരാണ് ഡേറ്റ ആൻഡ് ഡിസിഷൻ മേക്കിങ്ങിന്, ആ ഡേറ്റയിൽ ഡിസിഷൻ മേക്കിംഗ് തമ്മിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് ഇവരാണ്. ഇനി അവസാനം സോഫ്റ്റ്വെയർ ടൂൾ വെൻഡേഴ്സ്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി കുറെ ടൂൾസ് വേണം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഈ ടൂൾസ് കൊടുക്കുന്ന ആൾക്കാർ അവരാണ് ഈ സോഫ്റ്റ്വെയർ ടൂൾ വെൻഡേഴ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ കുറെ ടൈപ്സ് ടൂൾ, സ്പെസിഫിക് ടൂൾ, ഒരു ഡേറ്റ ക്ലീനിങ്ങിന് വേണ്ടി മാത്രം കുറച്ച് ടൂൾസ് ഉണ്ട്, ഇല്ലെങ്കിൽ എൻഡ് ടു എൻഡ് ഫുൾ പ്രോസസ്, നമ്മൾ ഡേറ്റ കളക്ഷൻ തൊട്ട് ആക്ഷൻ എടുക്കുന്ന വരെ ഉള്ള പ്രോസസ്സ് നോക്കുന്ന ടൂൾസ് ഉണ്ട്. അതല്ലാണ്ട് ഡൊമൈൻ സ്പെസിഫിക് റിസ്ക് കണ്ടുപിടിക്കാൻ ഒരു റൂള്, അല്ലെങ്കിൽ മാർക്കറ്റ് അനാലിറ്റിക്സിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ കുറെ ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് സോഫ്റ്റ്വെയർ ടൂൾസ് വെൻഡേഴ്സ്. ഫോർ എക്സാമ്പിൾ ടാബ്ലോ, പവർ BI ഒക്കെ. ഓക്കെ, സോ അവരെങ്ങനെ ഓവറോൾ വർക്ക് ചെയ്യുന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ DBA ഡേറ്റ കൊടുക്കും, ബിസിനസ് എക്സ്പെർട്ട് എന്ത് ചെയ്യും, എന്താണ് പ്രോബ്ലം എന്ന് ഡിഫൈൻ ചെയ്യും, ലീഗൽ എക്സ്പെർട്ട് എന്ത് ചെയ്യും, കംപ്ലയൻസ് എൻഷുർ ചെയ്യും, ഡേറ്റ സയന്റിസ്റ്റ് അനലിസിസ് പെർഫോം ചെയ്യും, വെൻഡേഴ്സ് സ്പെസിഫിക് ടൂൾസ് പ്രൊവൈഡ് ചെയ്യും. ഇവരെല്ലാവരും ഒന്നിച്ചു ചേർന്നാണ് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ആക്ഷണബിൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ.